നമസ്കാരം. മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. കാലത്തിന് സ്പർശിക്കാനാവാത്ത നിത്യഹരിത ശബ്ദമാണ് മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന്റേത്. വികാര വിചാരങ്ങളെ ഭാവതീവ്രമായി പാട്ടിലേക്ക് കൊണ്ടുവന്ന മധുരനാഥം ഇന്നും ആസ്വാദക ഹൃദയങ്ങളെ മോഹിപ്പിക്കുന്നു. കാലഭേദമില്ലാതെ തലമുറകൾ നെഞ്ചോട് ചേർക്കുന്ന ശബ്ദമാണ് അദ്ദേഹത്തിന്റേത്. ശബ്ദമാധുര്യം കൊണ്ടും ആലാപന വൈഭവം കൊണ്ടും കാലത്തെ അതിജീവിച്ച ദേവഗായകൻ ഒരാഴ്ച മുമ്പ് തൃശൂരിലെ കുട്ടനെല്ലൂരിലെ സാംസ്കാരിക സംഗീത കാരുണ്യവേദി സംഘടിപ്പിച്ച പരിപാടിയിൽ മോഹം കൊണ്ട് ഞാൻ എന്ന ഗാനം വീണ്ടും ആലപിക്കുന്നതിന്റെ വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ജോൺസൺ മാസ്റ്റർ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രസംഗിക്കുന്നതിന് ഇടയിലാണ് വീണ്ടും പി ജയചന്ദ്രൻ പാടിയത്. കാലത്തിനും പ്രായത്തിനും കീഴ്പ്പെടാത്ത നിത്യസുന്ദര ശബ്ദ സൗകുമാര്യം കൊണ്ട് തലമുറകളെ സ്വാധീനിച്ച ഗായകൻ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ആശുപത്രിയിലായിരുന്നു. തൃശൂരിലെ അമല ആശുപത്രിയിലായിരുന്നു ഇന്നലെ അന്ത്യം സംഭവിച്ചത്. ഏറെക്കാലമായി അർബുദ ബാധിച്ച് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഭാര്യ ലളിത, മക്കളായ ലക്ഷ്മിയും ധീനനാഥും ഗായകരാണ്. 1965 കുഞ്ഞാലി മരയ്ക്കാർ എന്ന ചിത്രത്തിലെ പി ഭാസ്കരന്റെ രചനയിൽ പിറന്ന ഒരു മുല്ലപ്പൂമാലയുമായി എന്ന ഗാനം ചിദംബരനാഥിന്റെ സംഗീതത്തിൽ പാടിയാണ് ചലച്ചിത്ര ഗാനരംഗത്തേക്ക് പി ജയചന്ദ്രൻ ചുവടുവയ്പ്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി ഭാഷകളായി 15,000-ലധികം ഗാനങ്ങൾ ആലപിച്ചു. ലളിത സംഗീതത്തിനും മൃദംഗവാദത്തിനും നിരവധി സമ്മാനങ്ങൾ നേടിയിരുന്നു. ചേന്ദമംഗലത്തെ പാലിയം സ്കൂൾ, ആലുവ സെന്റ് മേരീസ് ഹൈസ്കൂൾ, ഇരിങ്ങാലക്കുട നാഷണൽ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റുകളിലൊന്നായ ഗാനമായിരുന്നു ജയചന്ദ്രൻ പാടി പുറത്തിറങ്ങിയ ആദ്യ ചലച്ചിത്ര ഗാനം. 1986 ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലെ ശിവശങ്കര സർവ ശരണ്യവിഭോ എന്ന ഗാനത്തിലൂടെ ജയചന്ദ്രനെ തേടി മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം എത്തി. 5 തവണയാണ് ജയചന്ദ്രൻ മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കിയത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും ജയചന്ദ്രൻ തിളങ്ങിയിട്ടുണ്ട്. രാസാത്തി ഉണ്ണെ കാണാതെ നെഞ്ചം എന്ന ഒറ്റ ഗാനത്തിലൂടെ തമിഴകവും കീഴടക്കി. 1994 AR റഹ്മാൻ സംഗീതം നൽകിയ കിഴക്കു ചീമയിലെ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചതിന്റെ പേരിൽ മികച്ച ഗായകനുള്ള തമിഴ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ച ആദ്യ ഗാനം ആലപിച്ചത് ജയചന്ദ്രനായിരുന്നു. 1975 പുറത്തിറങ്ങിയ പെൺപട എന്ന ചിത്രത്തിനു വേണ്ടി റഹ്മാന്റെ പിതാവ് RK ശേഖറിന്റെ ഓർക്കസ്ട്രയോടൊപ്പം ഉണ്ടായിരുന്ന മകൻ ദിലീപ് എന്ന 9 വയസ്സുകാരന്റെ ഈണമായിരുന്നു വെള്ളിത്തൻ കിണ്ണം പോൽ എന്ന ജയചന്ദ്രന്റെ ഗാനത്തിന്. അന്ന് ഗാനരചന നിർവഹിച്ച ഭരണിക്കാവ് ശ്രീകുമാറാണ് ഈ വിവരം പിൽക്കാലത്ത് പ്രസിദ്ധപ്പെടുത്തിയത്. തമിഴ് ചലച്ചിത്ര സംഗീതത്തിന് നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരം എന്ന നിലയിൽ 1997 തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി അവാർഡിന് അർഹനായി. 2001 തുടക്കത്തിൽ ജയചന്ദ്രന് സ്വരലായ കൈരളി യേശുദാസ് അവാർഡ് നൽകി ആദരിക്കുകയും ഈ പുരസ്കാരം ലഭിച്ച് ആദ്യ ഗായകനാകുകയും ചെയ്തു. 2008 AR റഹ്മാൻ സംഗീതം നൽകിയ ADA എ വേ ഓഫ് ലൈഫ് എന്ന ചിത്രത്തിനായി അൽക്ക യാഗ്നിക്കൊപ്പം പാടിക്കൊണ്ട് ജയചന്ദ്രൻ ആദ്യമായി ഹിന്ദി ഗാനരംഗത്തേക്കും പ്രവേശനം നടത്തി. 1982 പുറത്തിറങ്ങിയ എവരു വീരുവാണ് ജയചന്ദ്രൻ ഗാനം ആലപിച്ച ആദ്യ തെലുങ്ക് ചിത്രം. 24 ചിത്രങ്ങളിലാണ് തെലുങ്കിൽ അദ്ദേഹം ആലപിച്ചത്. കന്നഡയിലും 20ഓളം ചിത്രങ്ങൾക്കായി ഗാനം ആലപിച്ചു. സിനിമാ ഗാനങ്ങൾക്ക് പുറമെ ജയചന്ദ്രൻ ആലപിച്ച ഭക്തിഗാനങ്ങളും ആസ്വാദക മനസ്സുകളിൽ ഇടം പിടിച്ചവയാണ്. യേശുദാസുമായുള്ള അടുത്ത സൗഹൃദം കൊണ്ട് സ്റ്റുഡിയോകളിൽ ഒപ്പം പാട്ട് റെക്കോർഡിംഗ് കാണാൻ ജയചന്ദ്രൻ പോകാറുണ്ടായിരുന്നു. അങ്ങനെ മാണിക്യ വീണയുമായി എന്ന ഗാനത്തിന്റെ റെക്കോർഡിംഗ് വേളയിലാണ് ജി ദേവരാജനെ ആദ്യമായി പരിചയപ്പെടുന്നത്. 2002 പുത്തൂരം പുത്രി ഉണ്ണിയാർച്ച എന്ന സിനിമയിലെ ആടാം പാടാം ആരോമൽ ചേകവർ എന്ന ഗാനം വിജയ് യേശുദാസിനൊപ്പം ആലപിച്ചത് ധീനനാഥ് ജയചന്ദ്രനാണ്. യേശുദാസും ജയചന്ദ്രനും 30 വർഷങ്ങൾക്ക് മുൻപ് പാടിയ ഗാനം മക്കൾ വീണ്ടും പാടി റെക്കോർഡ് ചെയ്തു.